ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ 1.5-2 വർഷക്കാലമായിട്ട് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS എടുക്കുമ്പോൾ ഉടമ്പടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോയി IELTS എഴുതിയായിരുന്നു. അപ്പോൾ ഒരു മൊഡ്യൂളിൽ എനിക്ക് സ്കോർ കുറഞ്ഞു പോയി. അങ്ങനെ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. രണ്ടാമത് ഞാൻ IELTS ഡേറ്റ് എടുത്തു. ഭയങ്കര അനുഗ്രഹത്തോടുകൂടി ഞാൻ ആഗ്രഹിച്ച സ്കോർ എന്താണോ അതാണ് എനിക്ക് മാതാവ് തന്നത്. ആ കിട്ടാൻ പോകുന്ന സ്കോർ എനിക്ക് അടയാളമായിട്ട് വരെ മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ IELTSൻ്റെ റിസൾട്ട് വന്നു. പിന്നെ അടുത്ത കടമ എന്ന് പറയുന്നത് നമുക്ക് ഓഫർ ലെറ്റർ എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിലേക്ക് അപ്ലൈ ചെയ്തു. 40 ദിവസമായിട്ടും എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ കോളേജിൽ നിന്ന് ഒരു 2 കോളേജിലോളം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു IELTS പാസ്സായതിൻ്റെ. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിൻ്റെ 3ാമത്തെ ദിവസമാണ് എനിക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വരുന്നത്. അങ്ങനെ ഞാൻ കോളേജിലേക്കുള്ള ബാക്കി അടുത്ത സ്റ്റെപ്പ് ഫീ അടക്കേണ്ട ഒരു സ്റ്റെപ്പായിരുന്നു. അപ്പോൾ ബാങ്കിൽ ലോൺ വെക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഒരു ബാങ്കിൽ സമീപിച്ചു. അപ്പോൾ അവർ ആദ്യം എനിക്ക് ലോൺ തരില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം മാർക്ക് കുറവായതുകൊണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നീ മീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ബാങ്കിൽ ചെന്നു. അപ്പോൾ അവർ പ്രോസസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 4 മാസത്തോളം ഞാൻ ആ ലോണിൻ്റെ പുറകെ നടന്നു. ഡോക്യുമെൻറ്റ്സിൽ കുറേ മിസ്സിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊടുത്തു. ബാങ്കിൻ്റെ ലോയേഴ്സ് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്രൂവ് ചെയ്തു, മുകളിലേക്ക് അയച്ചു. ഏകദേശം 4 മാസത്തോളം എടുത്തു ലോൺ അവിടെ നിന്ന് അപ്രൂവലായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും അവസാനം ഇതിൻ്റെ ഹെഡ് ഏറ്റവും ലാസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ട സാർ എന്നോട് പറഞ്ഞു, ഈ ലോൺ ഇത് പാസ്സാക്കാൻ പറ്റില്ല, എന്താണോ മിസ്സിങ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അതിൻ്റെ ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ലോണിനൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ അങ്കിൾമാരും അതേപോലെ ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു 18 ലക്ഷത്തോളം രൂപ റേസ് ചെയ്യാൻ പറ്റി. അത് ഈ ലോൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതെല്ലാം കോളേജിലേക്ക് അടച്ചത്. അവസാനം ബാങ്കുകാർ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആകെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി. കാരണം 2 മാസത്തെ കാലാവധിയിലാണ് ഞാൻ ഇത്രയും രൂപ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ലോൺ തരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ 6-7 ബാങ്കിലോളം കയറി ഇറങ്ങി. ഓരോ ബാങ്കുകാരും ഓരോ റീസൺ പറഞ്ഞിട്ട് എനിക്ക് ഈ ലോൺ തരില്ല എന്ന് പറഞ്ഞു. ചിലവർ പറഞ്ഞു എടുത്തിരിക്കുന്ന കോളേജിലെ റാങ്കിങ് കുറവാണ്, അതേപോലെ ചിലവർ പറഞ്ഞു മാർക്ക് കുറവാണ്. അങ്ങനെ പല റീസൺസ് പറഞ്ഞു. അങ്ങനെ ലോൺ കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം ഒരു ബാങ്കിനെ സമീപിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബാങ്കിൽ ഞാൻ വീണ്ടും ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് നമുക്ക് കൊടുത്തു നോക്കാം, ഉറപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു. 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇനിഷ്യൽ എലിജിബിലിറ്റി മീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇനി അടുത്ത ബാക്കി ലോൺ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സും കൊടുത്തു. വീണ്ടും ആ ബാങ്കിൽ നിന്ന് വീണ്ടും ഓരോ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി. കാരണം 4 മാസത്തിന് മുകളിലായി, 2 മാസം ഒന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിയ പൈസയാണ്. അപ്പോൾ ബലഹീനത എന്താണെന്ന് ഞാൻ അന്ന് എക്സ്പീരിയൻസ് ചെയ്തു. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഞാൻ ഈ പോകുന്ന പ്ലാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടുകാരോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു ഡ്രോപ്പ് ചെയ്യണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. അന്ന് ആ വീണ്ടും ഡോക്യുമെൻറ്റ്സ് ബാങ്കുകാർ ചോദിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. അതായത് എന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ചോദിച്ചവരെല്ലാം എനിക്ക് ആ 2 ആഴ്ച കൊണ്ട് എനിക്ക് ആ 18 ലക്ഷം രൂപ തന്നത്. ഞാൻ അമ്മയിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പൈസ അവിടെ നിന്ന് വാങ്ങിയത്. ഈ ബാങ്കിൽ നിന്നും കൂടി എന്നെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാൻ ഒരിടയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ലോൺ പാസ്സായി. എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നു, വാങ്ങിയവർക്കൊക്കെ തിരിച്ചു കൊടുത്തു. പിന്നെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം വിസ പ്രോസസ്സിങ് ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ജൂണിലാണ് ഞാൻ ആദ്യത്തെ വിസയ്ക്ക് വെക്കുന്നത്. വിസ കിട്ടും കാരണം ഉടമ്പടിയിലാണല്ലോ എന്നുള്ള പ്രതീക്ഷയിലൂടെ തന്നെ വിസയ്ക്ക് വെച്ചു. ഏറ്റവും കൂടുതൽ റിജക്ഷനുള്ളൊരു കൺട്രിയാണ് കാനഡ. 60% പോലും അക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു കൺട്രിയാണ് കാനഡ ഇന്ത്യൻസിന്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രിയിലേക്കാണ് ഇങ്ങനെ മാർക്ക് കുറവുള്ള ഒരു പ്രൊഫൈൽ വെക്കുന്നത്. അതുകൂടാണ്ട് ഗ്യാപ്പുണ്ട്. 4 കൊല്ലം വേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു പ്രൊഫൈലായിരുന്നു എൻ്റെ. അങ്ങനെ വെച്ചു. 3 മാസം എടുത്തു അതിന് റിസൾട്ട് വരാനായിട്ട്. ആ സമയത്ത് റിസൾട്ട് വന്നത് റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി റിജക്ഷൻ ഉള്ളൊരു കൺട്രി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റിജക്ഷൻ ആയിരിക്കുമെന്ന് ഓർത്താണ് വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും 2ാമത്തെ തവണ ഞാൻ അപ്ലൈ ചെയ്തു.
രണ്ടാമത് തവണ അപ്ലൈ ചെയ്തപ്പോഴും വീണ്ടും റിജക്ഷൻ. മൂന്നാമത് ഞാൻ അപ്ലൈ ചെയ്തു, മൂന്നാമത് അപ്ലൈ ചെയ്തപ്പോഴും റിജക്ഷൻ. അങ്ങനെ 3 റിജക്ഷൻ കിട്ടിയപ്പോഴേക്കും ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി, നീ എടുത്തേക്കുന്ന കോഴ്സിൻ്റെ പ്രശ്നമാണ്, ഓൾറെഡി നിനക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോഴ്സാണ് നീ എടുത്തേക്കുന്നത്, അപ്പോൾ എന്തായാലും നിനക്ക് റിജക്ഷൻ കിട്ടും, കോഴ്സ് മാറ്റണമെന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് നമുക്ക് ഓരോ ഫീഡ്ബാക്കുകൾ കിട്ടി. അങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ 3 റിജക്ഷൻ കിട്ടുമ്പോഴേക്കും മാനസികാവസ്ഥ ഞാൻ പറയാണ്ടത് നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മളൊരു അഡ്വൈസ് കിട്ടുന്ന സമയത്ത് ഒരു അഡ്വൈസ് എനിക്ക് വന്നു, ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ചാൻസ് കൂടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു, വിസ കിട്ടാനുള്ള ചാൻസസ്. അങ്ങനെ ഞാൻ വേറെ ആരോടും ചോദിക്കാണ്ട് ആരാണ് എന്നോട് പറഞ്ഞ് ആളുടെ അഡ്വൈസിൻ്റെ പ്രകാരം ഞാൻ വീണ്ടും കോളേജിലേക്ക് മെയിൽ അയച്ചു. 30 മിനിറ്റിനുള്ളിൽ എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു, ആ കോഴ്സിലേക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ നമ്മൾ സന്തോഷിച്ചു. കാരണം അവിടെ മാതാവ്, കാരണം അത്രയും ടൈം കൊണ്ട് കിട്ടില്ലായിരുന്നു. അവർ നമ്മുടെ പ്രൊഫൈല് എക്സാമിൻ ചെയ്തിട്ട് നമുക്കൊരു ഓഫർ ലെറ്റർ തരുള്ളൂ. പക്ഷേ 30 മിനിറ്റ് കൊണ്ട് എനിക്ക് അവരെൻ്റെ ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു എന്തായാലും അടുത്ത തവണ എനിക്ക് എന്തായാലും വിസ അപ്രൂവൽ ഉറപ്പായിരിക്കുമെന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നീടാണ് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ എൻക്വയറി നടത്തുന്നത്. അപ്പോൾ എൻക്വയറി നടത്തി കഴിഞ്ഞപ്പോഴേക്കും ആകെ പ്രശ്നമായിട്ടുള്ളൊരു കോഴ്സാണ് ഞാൻ വീണ്ടും കൊടുത്തേക്കുന്നത്. അതായത് നേരത്തെ പഠിച്ച കോഴ്സായിട്ട് എന്താണോ എൻ്റെ അക്കാദമിക്കായിട്ട് ലിങ്ക് ഇല്ലാത്തൊരു കോഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും വീണ്ടും ആൾക്കാർ പറഞ്ഞു, വേറെ കൂടുതൽ ആൾക്കാരോട് ഞാൻ എൻക്വയറി നടത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു, നിനക്ക് വീണ്ടും നിൻ്റെ പ്രൊഫൈല് വീക്കാവും, റിജക്ഷൻ ഉറപ്പാണ്, നിനക്ക് ഒരു ലിങ്ക് ഇല്ലാത്ത കോഴ്സാണ് നീ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടില്ലേ, കാരണം 3 റിജക്ഷൻ വന്നു, വീണ്ടും പ്രൊഫൈല് വീക്കാവാൻ പോകുന്ന ഒരു കോഴ്സ് ഞാൻ വീണ്ടും എടുത്തേക്കുന്നതെന്ന് എല്ലാവരും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും ഉടമ്പടിയിലുള്ളത് കൊണ്ട് ഓൺഗോയിങ് ആണ് ഉടമ്പടി. ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. നാലാമത് വെച്ചാൽ വിസയ്ക്കും വീണ്ടും റിജക്റ്റായി. അങ്ങനെ 4 കോഴ്സ് മാറ്റിയിട്ടും എനിക്ക് റിജക്ഷനായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വേറെ കൺട്രിയിലേക്ക് പോകാമെന്ന് ഉള്ള പ്ലാനിങ്ങിൽ തന്നെയായി. അങ്ങനെ വേറെ കൺട്രീനെ കുറിച്ചുള്ള എൻക്വയറി നടത്തി. അങ്ങനെ വേറെ കൺട്രിയിലേക്ക് പോകാനായിട്ടുള്ള രീതിയിലേക്ക് അടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കാനഡ 2 കൊല്ലത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അങ്ങനെ അത് വിട്ട് കളയാനും തോന്നാത്തൊരവസ്ഥ. അങ്ങനെ ഈ 4 റിജക്ഷൻ വന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. അത്രയും നാൾ വരെ ഞാൻ നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ വീട്ടിൽ നിന്ന് പൊതിച്ചോറുണ്ടാക്കി. ഞാൻ അന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പൊതിച്ചോറ് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉപവാസം എടുത്തിട്ട് ആ 12 കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഓഫീസിനടുത്തുള്ള ആരൊക്കെയാണോ റോഡ് അരിയിലിരിക്കുന്നത് അവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുമായിരുന്നു, പത്രം കൊടുക്കാൻ പോകുമായിരുന്നു, രോഗികളെ കാണാൻ പോകുമായിരുന്നു. അത്ര നല്ല രീതിയിലാണ് ഞാൻ ഉടമ്പടി ഞാൻ കീപ്പ് ചെയ്തത്. അപ്പോൾ 4 റിജക്ഷൻ വന്നപ്പോഴേക്കും എൻ്റെ ഉള്ള വിശ്വാസം മൊത്തം പോയി. അങ്ങനെ ഞാൻ ഉടമ്പടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മനസ്സിൽ നിന്ന് നമുക്കൊരു പ്രേരണ വരെയാണ്, നീ ഉടമ്പടി പോയി പുതുക്കിയിട്ട് ഒന്നും കൂടി അപ്ലൈ ചെയ്യൂ, ഈ സെയിം കോഴ്സ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഏപ്രിൽ 13-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി 4ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലെയും ധ്യാനം ഞാൻ കൂടും, ഓഫീസിലിരുന്ന് ഞാൻ കൂടും ഞാൻ. അപ്പോൾ അതിനകത്ത് അച്ഛൻ പല കാര്യങ്ങളും പറയാറുണ്ട്. അതായത് നമ്മൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിയോഗങ്ങൾ വെക്കുമ്പോൾ എന്ത് കാര്യത്തിലാണോ വിശ്വാസമില്ല അത് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഉടമ്പടി നിയോഗം ആദ്യത്തെ നിയോഗമായിട്ട് വെക്കണം. അതേപോലെ അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഉടമ്പടി നിയോഗം എഴുതുമ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും കൂടി നീ എഴുതണം എന്ന് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയാറുണ്ട്. അതേപോലെ നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ, ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ എന്താണോ നിയോഗം വെച്ചിരിക്കുന്നത് ആ നിയോഗം മനസ്സിൽ ഓർത്തുകൊണ്ട്, അതായത് പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് എന്താണോ നമ്മുടെ നിയോഗം ആ നിയോഗം മനസ്സിലോർത്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചെല്ലുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് അച്ഛൻ്റെ ടോക്കിൽ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുന്ന സമയത്ത് കൗൺസിലർ എൻ്റെ നിയോഗം കണ്ടപ്പോഴേക്കും 4 തവണ റിജക്ഷൻ വന്നേക്കണ ഒരു ഫയൽ. അപ്പോൾ എന്നോട് ഒരു പേപ്പർ വന്നിട്ട് പറഞ്ഞു, മധ്യസ്ഥ പ്രാർത്ഥന കൊടുക്കാം, നീ നിൻ്റെ നിയോഗം എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നിയോഗം എഴുതി. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. 3 തവണ ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. 3 തവണ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ അവസാനം ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ കൊച്ചച്ഛനെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ കൊച്ചച്ഛനെ കണ്ടു, കാര്യം പറഞ്ഞു, അച്ഛനെ തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 5ാമത്തെ ഫയൽ വെച്ചതിന് ശേഷമാണ് ഞാൻ വന്ന് ഉടമ്പടി വന്ന് പുതുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥന രീതിയെല്ലാം ഞാൻ മാറ്റി. ഞാൻ എങ്ങനെയാണോ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ ആ രീതിയെല്ലാം ഞാൻ മാറ്റി. എൻ്റെ അവസ്ഥ ഞാൻ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു തുടങ്ങി. കാരണം അത്രയും ബുദ്ധിമുട്ട്. അതായത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ, പത്രം കൊടുക്കാൻ പോകുമ്പോഴേക്കും പലരും എന്നോട് ചോദിക്കും, എന്തായി നിൻ്റെയൊക്കെ പോകാനുള്ള കാര്യം എന്തായി എന്നുള്ളത്. കാരണം 1.5 കൊല്ലം ഞാൻ ഇതിൻ്റെ പുറകെ കിടക്കുന്നത്.
അപ്പോൾ അവരോടൊക്കെ ഞാൻ കുറേ തടസ്സങ്ങളാണ്, എല്ലാം ശരിയാവുമെന്ന് പറയുമ്പോഴും മനസ്സിലൊരു വേദനയാണ്. കാരണം ഇത്രയും നാളായി കൂടെ ഉള്ളവരൊക്കെ കയറിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര വേദനയോടെയാണ് ഞാൻ അവരോട് പറയുന്നത്, കുറേ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും. അങ്ങനെ ഞാൻ എൻ്റെ നാലാമത് ഞാൻ പുതുക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ശൈലി ഞാൻ മാറ്റി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ഈ തവണത്തെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ എനിക്ക് അവരോട് തിരുത്തി പറയണം, എനിക്ക് എൻ്റെ വിസ എൻ്റെ അമ്മ തന്നു എന്ന് പറയണം എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, അതായത് ഈശോയോട് പ്രാർത്ഥിക്കുന്ന രീതി തന്നെ ഞാൻ മാറ്റി. കാരണം അത്രയും വേദനയോടെയാണ്. കാരണം വീട്ടുകാരും ബുദ്ധിമുട്ടിലാണ്, കിട്ടുന്നില്ല, എല്ലാവരും ചോദിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കാൻ എൻ്റെ അപ്പൻ്റെ കാതുകൾ അടഞ്ഞു പോയിട്ടില്ല, അതേപോലെ എൻ്റെ അവസ്ഥ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയിട്ടില്ല. അങ്ങനെ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനത്തെ പ്രാർത്ഥന ശൈലിയിലേക്ക് ഞാൻ മാറി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് മിനിയാന്നാണ് എൻ്റെ വിസ അപ്രൂവലായി എന്ന് പറഞ്ഞുള്ള മെയിൽ വരുന്നത്. ആ വരുന്നതിന് മുന്നേ ആണ് ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈം പീരീഡിലാണ് നമുക്ക് ഈ കിട്ടും എന്നുള്ളത്. കാരണം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ പിള്ളേർ അവർ അപ്ഡേറ്റ് ചെയ്യും, അവർക്ക് വിസ വന്നു അല്ലെങ്കിൽ റിജക്ഷനായി, ഈ ഡേറ്റിൽ അപ്ലൈ ചെയ്തവരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ സെയിം ഡേറ്റിൽ അപ്ലൈ ചെയ്തൊരു പയ്യൻ അന്ന് രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, അവന് വിസ അപ്രൂവലായി എന്ന് പറഞ്ഞുകൊണ്ട് സെയിം ഡേറ്റ്. ആ മെസ്സേജ് കണ്ടുകൂടി എൻ്റെ ടെൻഷൻ കൂടി. കാരണം 5ാമത്തെ ആപ്ലിക്കേഷനാണ്, ഇതും റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. കാരണം IELTS എക്സ്പയർഡ് ആവും, അടുത്ത ഇൻടേക്കിലേക്ക് കോളേജ് അഡ്മിഷൻ തരില്ല, വീണ്ടും ഞാൻ റീഫണ്ടിന് പോകണം. അങ്ങനത്തെ ഫിനാൻഷ്യലായിട്ടും ടൈറ്റായി പോവും. IELTS വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ഉള്ളൊരു അവസ്ഥയിലേക്കാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അങ്ങനെ അന്ന് രാത്രി ഈ ഫ്രണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട രാത്രി ഞാൻ അമ്മയുടെ കാശ് രൂപ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ നമ്മുടെ സ്റ്റുഡൻറ്റ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പോർട്ടലുണ്ട്, IRCSയുടെ പോർട്ടലിൽ ഞാൻ കയറി ലോഗിൻ ചെയ്തിട്ട് ഞാൻ അമ്മയുടെ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി. അതേപോലെ ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മൂല്യം ഞാൻ ഇട്ടിട്ട് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇത് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഇരിക്കുന്ന ഓഫീസിലെ സ്ഥലമാണ്, എൻ്റെ അമ്മ അവിടെ പോകണമെന്നും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എല്ലാവർക്കും അറിയാം IPL നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, എല്ലാ ദിവസവും IPL കാണുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഈ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൂടി ഇത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ എടുത്തു കളി കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഉള്ളിൽ നിന്നുള്ളൊരു ഭയങ്കര പ്രേരണയാണ്, അതായത് ഇന്ന് നീ കളി കാണരുത്. പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ പ്രേരണ വരുന്നത്. എനിക്ക് ഇതുപോലൊരു പ്രേരണ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഉടമ്പടിയിൽ ഇരുന്നിട്ട് എന്നോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കളി കാണാനായിട്ട് സമ്മതിക്കാത്ത രീതിയിലുള്ളൊരു പ്രേരണ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മൊബൈൽ അത് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ അമ്മയുടെ ഉടമ്പടി ഞാൻ കിടക്കുന്ന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അത്രയും ഉരുകിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞാൻ ഉറക്കം പോയി, ഇടയ്ക്ക് ഞാൻ എണീക്കും, മെയിൽ വന്നിട്ടുണ്ടോ 2:30-3 മണി നേരത്തേക്ക് എണീറ്റ് മെയിൽ നോക്കും. അങ്ങനെ മെയിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും ഇനി മെയിൽ ഉണ്ടാവില്ല. കാരണം ഒരു 3:30-4 വരെ മാക്സിമം. അവിടെ ഡേ ടൈം ആകുമ്പോൾ ഇവിടെ നൈറ്റ് ആണല്ലോ, അപ്പോൾ അവരുടെ ഓഫീസ് ടൈമിലായിരിക്കും നമുക്ക് മെയിൽ വരുന്നത്. അങ്ങനെ എനിക്ക് ഉറപ്പായി ഇനി മെയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കിടന്നു. 5:30 വീണ്ടും ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എണീറ്റതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞപ്പോഴും ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ ടോക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നീ നിൻ്റെ നിയോഗം ഓർക്കാണ്ട് പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം ആ ഒരു രീതി എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന ചെല്ലുമ്പോൾ. അങ്ങനെ ഈ വിസ അപ്രൂവൽ വരുന്നതിനൊക്കെ മുന്നേ ഞാൻ വേറൊരു രീതിയിലും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് എനിക്ക് അപ്രൂവൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം, അമ്മയാണ് എനിക്ക് തരുന്നത് എന്നുള്ളൊരു അടയാളം എനിക്ക് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് ഞാൻ നെറ്റ് ഓൺ ആക്കിയപ്പോഴേക്കും 5:32 ആ മെയിൽ വന്നേക്കണത്. അതായത് ഞാൻ എപ്പോഴാണോ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്നത് ആ സമയത്താണ് എനിക്ക് ആ മെയിൽ വന്ന് അമ്മ അടയാളമായിട്ട് അമ്മയാണ് തന്നതെന്നുള്ളൊരു അടയാളമായിട്ട് എനിക്ക് തന്നെ. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ഇനി തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയും.